റാം നാരായൺ റാം. അവസാനം ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥത എങ്ങനെ വന്നുവെന്ന് ആരും അറിയില്ല. ആകാശത്തിൽ അനന്തരം നക്ഷത്രങ്ങൾ ഇല്ലേനെ ആകാശം എന്തായിരിക്കും? സൂര്യനും ആകാശവും കാറ്റും ഭൂമിയും ഒരിക്കലും പറയുന്നു എല്ലാ മനുഷ്യരും എൻ്റെ കറാണ് എന്ന്. സർക്കാർ ആളുകൾക്ക് പ്രകൃതി സംബന്ധിച്ച് അറിയിക്കാതെ നിന്നാൽ ആളുകൾക്ക് പ്രകൃതി എന്താണെന്ന് എങ്ങനെ മനസ്സിലാകും? മനുഷ്യന്റെ ശരീരം 5 മൂലകങ്ങളായ കാറ്റ്, വെള്ളം, അഗ്നി, സൂര്യൻ, ഭൂമിയിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഭൂമിയിൽ മനുഷ്യനിർമ്മിത ഭരണഘടനം രൂപപ്പെട്ടപ്പോൾ പ്രകൃതിക്കും ഭരണഘടനം ഉണ്ടാകേണ്ടതാണ്. ജീവിതത്തിലെ സത്യം ആളുകൾ അംഗീകരിക്കേണ്ടതാണ്. അതിൽ നിന്ന് കണ്ണ് മറച്ച് ഓടാനാവില്ല. നിങ്ങൾ ആരൊരാളിൽ ഒരു വിരൽ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 വിരലുകൾ ഉയരും. മറ്റൊരാളിൽ വിരൽ ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വശത്ത് 4 വിരലുകൾ ഉയർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം ആദ്യമേ നിങ്ങൾ തന്നെ മെച്ചപ്പെടണം എന്നതാണ്. നമ്മൾ നമ്മുടെ വിവേകത്തെ കേൾക്കുന്നുവെങ്കിൽ എല്ലാം നന്നായിരിക്കും. മനുഷ്യനിർമ്മിത ഭരണഘടനം നമ്മൾ കാണാനാവില്ല, എന്നാൽ പ്രകൃതിയുടെ ഭരണഘടനം അനുഭവിക്കാം. ഭൂമി രൂപപ്പെട്ടതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ ഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ദുഷ്കർമ്മം ചെയ്യുന്നവരെ ശരിയായ പാത കാണിക്കുന്നത് നമ്മുടെ ധർമ്മമാണ്. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവരുടെ ജന്മാവകാശങ്ങൾ പ്രകൃതിയുടെ നിയമമായി ഉള്ളത് മനുഷ്യനിർമ്മിത മതമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ പ്രകൃതിയുടെ നിയമം അംഗീകരിച്ചാൽ പ്രകൃതിയെ നന്ദി പറയാം. പ്രകൃതിയാണ് നിങ്ങളുടെ ധർമ്മവും കർമ്മവും. ഒരിക്കൽ സുഖമായി ഇരിക്കുകയും നിങ്ങൾ പ്രകൃതിയിൽ നിന്നും എന്തെന്ത് ലഭിച്ചു എന്ന് ചിന്തിച്ചും നോക്കൂ. പ്രകൃതിയുടെ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, എന്ത് ലഭിക്കുന്നില്ല എന്ന് ഉടൻ മനസ്സിലാകും. പ്രകൃതിയെ ആരും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രകൃതിയെ മനസ്സിലാക്കണം, ജീവിതത്തിന് ശരിയായ ദിശ നൽകണം. എന്നാൽ നമ്മുടെ മഹാഗുരു നൽകിയ മൂലമന്ത്രം റാം നാരായൺ റാമിയിൽ നിങ്ങൾ ചേരണം. ഈ മന്ത്രം നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിക്കും. ജീവിതത്തിലെ ഏത് പ്രശ്നവും ബുദ്ധിമുട്ടും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ സ്വയം പരിഹരിക്കും. അതുകൊണ്ട് സമയം കളയരുത്. ഉടൻ റാം നാരായൺ റാമിയിൽ ചേരുക.